ഹലോ, ഇന്ന് നമ്മൾ ശാസ്താംകോട്ട ചന്തയിൽ മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ശാസ്താംകോട്ട ചന്തയല്ല, ശാസ്താംകോട്ടയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തുള്ള കൊച്ചാഞ്ഞിലി മൂട് ചന്ത. അപ്പോൾ ഇവിടെ ഞാനും അമ്മയാണ് സ്ഥിരം വരാറുള്ളത്. ഇപ്പോൾ അമ്മയില്ലാത്തതുകൊണ്ട് ഞാനും അഞ്ചേട്ടനും കൂടാണ് വന്നിരിക്കുന്നത്. അപ്പൂപ്പൻ ഇവിടുന്നേ മീൻ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ. ഇവിടുന്നാണ് സ്ഥിരം മീൻ വാങ്ങിക്കുന്നത്. നല്ല മീനുകളൊക്കെ ഇവിടാണ് വരുന്നത്. പക്ഷേ തിങ്കളാഴ്ചയൊക്കെ രാവിലെ വരണം. എല്ലാ ദിവസവും ഇവിടെ മീനുണ്ട്. നമുക്കൊരു ചന്തയുണ്ട് കടമ്പനാട്, പക്ഷേ അവിടെ എല്ലാ ദിവസവും ഇല്ല. അവിടെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാ ദിവസവും ഉണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഒരു 10 മണിയാകുമ്പോഴത്തേന് മീനെല്ലാം തീരും. അല്ലാത്ത ഞായറാഴ്ച ആണെങ്കിൽ 10 മണി മുതലാണ് ഇവിടെ തുറക്കുന്നത്. ഇവിടെ കൂടുതലും മീനുകൾ 10 മണിക്ക് ശേഷമാണ് വരുന്നത്. ഇവിടെ പിന്നെ ചിക്കനും ബീഫും എല്ലാം കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നപ്പം നെത്തോലി വാങ്ങിച്ച്, ചെറിയ നെത്തോലി 100 രൂപയ്ക്ക് വാങ്ങിച്ച്. പിന്നെ കേരച്ചൂരയാണ് വാങ്ങിച്ചത്. ബാക്കിയുള്ള ചൂരകളൊന്നും വലിയ ഫ്രഷായിട്ട് തോന്നാത്തത് കൊണ്ടാണ് അല്ലാത്ത ചൂര എടുക്കാത്തത്. ഇതിന് 1 കിലോയ്ക്ക് 170. അങ്ങനെ മീനെല്ലാം വന്നതിന് ശേഷം പിന്നെ ചേച്ചിമാർ അതിൽ കാന്താരിമുളക് ഇരിക്കുന്നതാണ്. അപ്പോൾ കാന്താരിമുളക് വില ചോദിച്ചപ്പോഴും 50 രൂപ. പിന്നെ ഞാൻ 30 രൂപയ്ക്ക് തരുമെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു ഇല്ല, 4 എണ്ണേ ഉള്ളൂ, 50 രൂപയ്ക്ക് കൊടുക്കത്തുള്ളൂ. പിന്നെ 50 രൂപയ്ക്ക് വാങ്ങിച്ചു. ഈ ചന്ത കാണുമ്പോൾ എനിക്ക് എൻ്റെ അപ്പൂപ്പനെയാണ് ഓർമ്മ വരുന്നത്. അപ്പൂപ്പൻ്റെ സ്ഥിരം ഒരു ചന്തയാണ് ഇവിടെ. അപ്പൂപ്പൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മീൻ 2 കിറ്റൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് വീട്ടിലോട്ട്. 500-600 രൂപയ്ക്കൊക്കെ മീൻ വാങ്ങിക്കും. കാരണം ഈ കുഞ്ഞു മീനുകളുണ്ടല്ലോ, മത്തി 1 കിറ്റ് 200 രൂപ, 1 കിറ്റ് അങ്ങനെയൊക്കെ മീൻ ഇവിടെ കൊടുക്കും. അങ്ങനെ 2 കിറ്റ് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെക്കും. ഒരാഴ്ച വരെ ഈ മീനാണ് ഉപയോഗിക്കുന്നത്. എടുത്തെടുത്ത് തീരത്തില്ല. അവസാനം കരിച്ചും പൊരിച്ചും ഒക്കെയാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വരും. ഇതാണ് പുള്ളിയുടെ സ്ഥിരം പരിപാടി. അതുപോലെ ഈ തേങ്ങ വാങ്ങിക്കുന്നത് ഭയങ്കര രസമാണ്. ഈ തേങ്ങ പുള്ളി 1 കിലോയ്ക്ക് തൂക്കുമ്പോൾ പുള്ളി പറയും ഇവിടുന്ന് ഒന്നും തേങ്ങ വാങ്ങിക്കത്തില്ല. കാരണം ഈ തേങ്ങയുടെ തൊണ്ടുണ്ടല്ലോ, അതും കൂടെ പൊളിച്ച് കളഞ്ഞിട്ട് തൂക്കിയാലേ കറക്റ്റ് തൂക്കം കിട്ടത്തുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ ഈ മുരിങ്ങയ്ക്ക വാങ്ങിച്ചു. നമ്മുടെ കാന്താരി കേട്ടോ. ഇത് 2 ദിവസത്തേക്ക് ഇരിക്കുമോ? പിന്നെന്താ, കൊണ്ടുവന്നല്ലേ. അങ്ങനെ ചന്ത മൊത്തം പരിധി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. മാങ്ങ 2.5 കിലോ 100 രൂപ. പിന്നെ വന്നത് ഈ ഉണക്കമീൻ്റെ സെക്ഷനിലോട്ടാട്ടോ. അത് ഞങ്ങൾ ആര് വന്നാലും വാങ്ങിക്കും. ഇവിടുന്ന് ഉണക്കമീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്നതിനേക്കാൾ ഇത് കുറച്ചും കൂടെ ലാഭവും കൂടെ. ഞാൻ 100 രൂപയ്ക്കേ വാങ്ങിച്ചുള്ളൂ. അത് നമ്മുടെ ഉലുവാച്ചി ഉണ്ടല്ലോ, ഇതാകുമ്പോൾ നല്ലതുപോലെ വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് പണ്ട് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ തന്നുവിടുമായിരുന്നു. ഇതും ചമ്മന്തിയും ഉണക്കമീനും നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ. ഇപ്പോഴും ഞാൻ കൊണ്ടുപോകും കേട്ടോ, ഉള്ള സമയത്തൊക്കെ കൊണ്ടുപോകും. പിന്നെ ഇവിടെ തൈരും നല്ലതാണ്. 10 രൂപയുള്ളൂ ഇവിടുത്തെ തൈരിന്. ഞാൻ 2-3 തൈരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. പിന്നെ ഈ അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ നല്ല നാടൻ കറിവേപ്പിലയും വാങ്ങിച്ച്, അതുപോലെ തന്നെ പച്ച ചീരയും വാങ്ങിച്ചു. അഞ്ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു, എന്തിനാണ് ഈ പച്ചയും ചുവപ്പും എല്ലാം കൂടെ ഒന്ന്. ഞാൻ പറഞ്ഞു ഇരിക്കട്ടെ അഞ്ചേട്ടാ, നമുക്ക് തോരൻ വെക്കാമല്ലോ എന്ന്. അങ്ങനെ ഇതാണ് നമ്മുടെ ചന്തയുടെ പുറകോശം. ഞങ്ങൾ ഇന്ന് ഷോർട്ട് കട്ട് എടുത്ത് പുറകിലാണ് വന്നത് കേട്ടോ. ഇവിടെ ബീഫുണ്ട്, ചിക്കനുണ്ട്, എല്ലാ സംഭവങ്ങളും കിട്ടും. പിന്നെ ഈ ഫ്രണ്ട് ഭാഗം ഇതാണ്. ഇവിടെ പച്ചക്കറികളെല്ലാം കിട്ടും കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.